കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനം മദ്യപാനം കുറയ്ക്കാനും ജനങ്ങളുടെ സൂയിസൈഡ് കുറയ്ക്കാനും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. സംശയമില്ലാത്ത കാര്യം. പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിക്കകത്ത് അല്ല അതിലേക്ക് എനിക്ക് സമയം തരണം, ഞാൻ പറയാം. അതെനിക്ക് പറയാനുണ്ട്. കാരണം പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു സൂയിസൈഡ് നടക്കുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. തീർച്ചയായും. അതായത് മദ്യപാനം നിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് എന്തുമാത്രം യോഗങ്ങളാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ. അപ്പൊ ഈ സമൂഹത്തിനിടയിൽ വഴക്കും അടിപിടിയും കൊലപാതകവും കത്തിക്കുത്തും പോലീസ് സ്റ്റേഷൻ കോടതിയേറ്റം ഇല്ലാത്ത സംശുദ്ധമായ ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സംസ്കാര സമ്പന്നമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് 100% ശരിയാണ്. ഇനി അവരെ സഹായിക്കുന്നതിനോ ഇത്രയും ആർദ്രതയും മനസ്സലിവും സഹോദര സ്നേഹവും ചേർത്ത് പിടിക്കലും ആലിംഗനം ചെയ്യുന്നതുമായ ഒരു സമൂഹം നമ്മളെ പോലെ പറ്റാനില്ല. ബന്ധുക്കൂസാരെ പോലെ വേറെ ആളില്ല. സ്നേഹിക്കാൻ, കരുതാൻ, എവിടെ ഏതറ്റം വരെ വേണമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആളുകളാണ്. അതൊക്കെ 100% ശരിയാണ്. പക്ഷേ ഈ നാട്ടിലാണ്, ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. കർത്താവ് വരുന്നവർ നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇല്ലാതെ പോയിട്ട് എല്ലാ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും അകന്നു, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും അകന്നു. എന്നിട്ട് ഇപ്പൊ സീറ്റ് വേണമെന്ന് ചോദിക്കുന്നില്ല, അർത്ഥം ഇരിക്കില്ല. ഞാൻ അടുത്ത ചോദ്യം, ആരെങ്കിലും ഒരു ഗോൾഡോ ഒരു മെറ്റലോ ഇടുന്നു, ഒരു മാല ഇടുന്നു, അതെങ്ങനെ ഈ പെന്തക്കോസ്തുകാർക്ക് അവർ സാത്താനായി പോകുന്നത്? അല്ല, ഇതൊക്കെയാണ് ഇനി കുഴപ്പങ്ങൾ. ഇതാണ് എല്ലാം പിടിഞ്ഞു. എല്ലാം സമൂഹത്തിൽ നിന്നുള്ള എല്ലാം മോശമെന്ന് ഇവർക്ക് തോന്നിയ കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ പിടിഞ്ഞു. മാല ഉപയോഗിക്കും. പക്ഷെ മാലയും കമ്മലും സ്വർണവും ഒരു 10 രൂപയുടെ ഒരു മൊട്ടിട്ട പ്രശ്നമാണ്. അതേസമയം 50,000 രൂപയുടെ ചുരിദാർ മേടിച്ച ആളുകൾ എനിക്കറിയാം. സ്വർണ്ണ പല്ല് വെച്ചിട്ടുള്ള പാർട്ടികൾ എനിക്കറിയാം. സ്വർണ്ണ കണ്ണട വെച്ച് നടക്കുന്ന പാർട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സ്വർണ്ണ വാച്ച് 1,00,000 രൂപയുടെ സ്വർണ്ണ റാഡോ വാച്ച് കെട്ടി നടക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ എന്താ ഇവർ കാണിച്ചത്? അപ്പൊ ഈ തേങ്ങ ചോരുന്നത് ഇവർ കാണിച്ചാൽ ഇവര് എള്ളു ചോരുന്നത് കാണും. അതാ പറ്റിപ്പോയത്. അടിമുടി മാറിപ്പോയതേ. 100 വർഷമുള്ള പെന്തിക്കോസ് ഇന്നത്തെ പെന്തിക്കോസിൽ എന്നാ ബന്ധം? ഒന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുണ്ട്. ഏതാ? വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിൽ അവർ ശ്രമിക്കുന്നുണ്ട്. അനാത്മീയത ഒന്നും തന്നെ ജീവിതത്തിൽ പടന്നു കയറാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. മദ്യപാനോ പുകവലിയോ അങ്ങനെയുള്ള ദുശ്ശീലങ്ങളൊന്നുമില്ല. സഹോദരനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു ആർദ്രത അതൊക്കെ ഇപ്പോഴുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്നൊരു ചിന്ത ഇവർക്ക് ഇല്ലാതെ പോയി. അതേ ഞാൻ പറഞ്ഞു.